രാമ ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാത് അമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയം മുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ. ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 28ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ 3 ശ്ലോകങ്ങളും 29ാമത്തെ അധ്യായം ആദ്യത്തെ 2 ശ്ലോകങ്ങളും വായിക്കാം. ശ്ലോകം 63 മുതൽ വായിക്കാം. യഥാ പുരുഷാത്മാനം ഏകമാദർശചക്ഷുഷോ ദ്വിധാഭൂതമവേക്ഷേത തഥൈവാന്തരമാവയോഃ. ഏവം സമാനസോ ഹംസോ ഹംസേന പ്രതിബോധിതഃ സ്വസ്തദ്വ്യഭിചാരേണ നഷ്ടമാപാപുനഃസ്മൃതിം. ബർഹിഷ്മന്നേതദധ്യാത്മം പാരോക്ഷേണ പ്രദർശിതം യത്പരോക്ഷപ്രിയോ ദേവോ ഭഗവാൻ വിശ്വഭാവനഃ. അധ്യായം 29. നാരദനും പ്രാചീന ബർഹി രാജാവും തമ്മിലുള്ള സംവാദം. പ്രാചീന ബർഹിരുവാച ഭഗവൻസ്തേ വചോസ്മാഭിർ ന സമ്യക് അവഗമ്യതേ കവയസ്തദ്വിജാനന്തി ന വയം കർമ്മമോഹിതാഃ. നാരദ ഉവാച പുരുഷം പുരഞ്ജനം വിദ്യാത് യദ്ഗന്യക്താത്മനഃ പുരം ഏകദ്വിത്രി ചതുഷ്പാദം ബഹുപാദം അപാദകം. വിവർത്തനം വായിച്ചോ. ഹരേ കൃഷ്ണ. ശ്രീകാന്ത് പ്രഭുജി വായിച്ചോ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 28, ശ്ലോകം 63. യഥാ പുരുഷാത്മാനം ഏകമാദർശചക്ഷുഷോ ദ്വിധാഭൂതമവേക്ഷേത തഥൈവാന്തരമാവയോ. ഒരു വ്യക്തി കണ്ണാടിയിലെ തന്റെ പ്രതിബിംബവും താനും ഒന്നുതന്നെയാണെന്ന് കാണുമ്പോൾ മറ്റുള്ളവർ വാസ്തവത്തിൽ 2 ശരീരങ്ങൾ കാണുന്നു. അതുപോലെ ജീവസത്ത ബാധിതനും എന്നാൽ ബാധിക്കപ്പെടാത്തവനുമായിരിക്കുന്ന നമ്മുടെ ഭൗതികാവസ്ഥയിൽ ഈശ്വരനും ജീവസത്തയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ശ്ലോകം 64. ഏവം സമനസോ ഹംസോ ഹംസേന പ്രതിബോധിതഃ സ്വസ്തദ്വ്യഭിചാരേണ നഷ്ടമാപ പുനഃസ്മൃതിം. ഈ രീതിയിൽ 2 അരയന്നങ്ങളും ഹൃദയത്തിൽ ഒരുമിച്ച് വസിക്കുന്നു. ഒരു ഹംസം മറ്റേ ഹംസത്താൽ നിർദ്ദേശിക്കപ്പെടുമ്പോൾ അവൻ അവന്റെ വ്യവസ്ഥാപിത പദവിയിൽ സ്ഥിതി ചെയ്യുന്നു. ഭൗതിക ആകർഷണത്താൽ നഷ്ടപ്പെട്ടു പോയിരുന്ന അവന്റെ യഥാർത്ഥ കൃഷ്ണാവബോധം അവൻ വീണ്ടെടുത്തു എന്നാണ് ഇതിനർത്ഥം. ശ്ലോകം 65. ബർഹിഷ്മന്നേതദാധ്യാത്മം പാരോക്ഷേണ പ്രദർശിതം യത്പരോക്ഷപ്രിയോ ദേവോ ഭഗവാൻ വിശ്വഭാവനഃ. എന്റെ പ്രിയപ്പെട്ട പ്രാഹീന ബർഹി രാജാവേ, സർവകാരണങ്ങളുടെയും കാരണമായ പരമദിവ്യോത്തമപുരുഷനായ ഭഗവാൻ പരോക്ഷമായി അറിയപ്പെടുന്നതിൽ സുപ്രസിദ്ധനാണ്. അപ്രകാരം പുരഞ്ജനന്റെ ഈ കഥ ഞാൻ നിന്നോട് വർണ്ണിച്ചു. വാസ്തവത്തിൽ ഇത് ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു ഉപദേശമാണ്.
അധ്യായം 29. നാരദനും പ്രാചീനബർഹി രാജാവും തമ്മിലുള്ള സംവാദം. ശ്ലോകം 1. പ്രാചീനബർഹിരുവാച ഭഗവംസ്തേ വചോസ്മാഭിർ ന സമ്യഗവഗമ്യത്തെ കവയസ്തദ്വിജാനന്തി ന വയം കർമ്മമോഹിതാഃ. പ്രാചീനബർഹി രാജാവ് മറുപടി പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പ്രഭു, പുരഞ്ജന രാജാവിനെ കുറിച്ചുള്ള അങ്ങയുടെ ദൃഷ്ടാന്ത കഥ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ആത്മവിജ്ഞാനത്തിൽ പരിപൂർണതയുള്ളവർക്ക് വാസ്തവത്തിൽ ഇത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഫലേച്ഛാകർമ്മങ്ങളിൽ അമിത ആകർഷണമുള്ള ഞങ്ങൾക്ക് അങ്ങയുടെ കഥയുടെ ലക്ഷ്യം ബോധ്യമാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ശ്ലോകം 2. നാരദ ഉവാച പുരുഷം പുരഞ്ജനം വിദ്യാത് യദ്വനക്യാന്മനഃപുരം ഏകത്രിചതുഷ്പാദം ബഹുപാദമപാദകം. വിവർത്തനം. നാരദ മഹാമുനി തുടർന്നു, പുരഞ്ജനൻ ജീവസത്ത അവന്റെ കർമ്മങ്ങൾക്കനുസരിച്ച് ഒരു കാലുള്ളതും 2 കാലുള്ളതും 3 കാലുള്ളതും 4 കാലുള്ളതും ധാരാളം കാലുകളുള്ളതും 1 കാലുമില്ലാത്തതും വിവിധതരം ശരീരങ്ങളിലേക്ക് ദേഹാന്തരപ്രാപ്തി നടത്തുന്നതാണ് എന്ന് നീ മനസ്സിലാക്കണം. ഇങ്ങനെ വിവിധതരം ശരീരങ്ങളിലേക്ക് ദേഹാന്തരയാത്രകൾ നടത്തുകയും ആസ്വാദകൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്ന ജീവസ്ഥ പുരഞ്ജനൻ എന്നറിയപ്പെടും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ശ്രീകാന്ത് പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ പുരഞ്ജനന്റെ പുനർജന്മമായിട്ടുള്ള വൈദർഭിക്ക് അവളുടെ ഭർത്താവ് മലയധ്വജൻ മരിച്ചു കിടക്കുന്ന സമയത്ത്, അവൾ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത്, ആ പുരഞ്ജനന്റെ അജ്ഞാത സുഹൃത്തായി പറഞ്ഞിരുന്ന പരമാത്മാവ് തന്നെ ബ്രാഹ്മണന്റെ രൂപത്തിൽ വന്ന് വൈദർഭിക്ക് യഥാർത്ഥ ജ്ഞാനം ഉപദേശിക്കുന്നു, ആത്മീയ ജ്ഞാനം ഉപദേശിക്കുന്നു. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം എന്താണ് എന്ന് അർജുനൻ ഭഗവാനോട് ഭഗവത്ഗീതയിൽ 13-ാമത്തെ അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട്. ജ്ഞാനം എന്താണ്, ജ്ഞേയം എന്താണ് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം ശരീരത്തെയും ആത്മാവിനെയും പരമാത്മാവിനെയും വേർതിരിച്ചറിയാൻ സാധിക്കുന്നതാണ് എന്ന് ഭഗവാൻ അവിടെ മറുപടി കൊടുത്തിട്ടുണ്ടായി. ക്ഷേത്രജ്ഞയോ ജ്ഞാനം യജ്ഞാനം മതം മമ. ക്ഷേത്രജ്ഞയോ ജ്ഞാനം യജ്ഞാനം മതം മമ. എന്താണ് ക്ഷേത്രം? ആരെല്ലാമാണ് ക്ഷേത്രജ്ഞന്മാർ? ക്ഷേത്രത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ക്ഷേത്രജ്ഞന്മാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതെല്ലാം വ്യക്തമായിട്ട് വേർതിരിച്ചറിയാൻ സാധിക്കുന്നതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് ഭഗവാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ഷേത്രം എന്ന് പറയുന്നത് ശരീരമാണ്. ക്ഷേത്രജ്ഞന്മാർ എന്ന് പറയുന്നത് ജീവാത്മാവും പരമാത്മാവുമാണ്. ഇവരെല്ലാവരും വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ സ്വഭാവത്തിലുള്ള സാമ്യതയും അതേപോലെ വ്യത്യാസവും തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബ്രാഹ്മണ രൂപത്തിൽ വന്നിട്ടുള്ള പരമാത്മാവും വൈദർഭിക്ക് ഉപദേശിക്കുന്നത് ഈ ക്ഷേത്രജ്ഞ ജ്ഞാനമാണ്. ശരീരത്തെക്കുറിച്ചും ജീവാത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചുമുള്ള ജ്ഞാനമാണ് ഇപ്പോൾ ഉപദേശിച്ചിട്ടുള്ളത്. ശരീരവും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. ജീവാത്മാവിന്റെ സ്വഭാവം സച്ചിദാനന്ദമാണെന്ന് പറഞ്ഞു. ഭഗവാന്റേതിന് സമാനമാണ്, സച്ചിദാനന്ദമാണ്. ശരീരത്തിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു, ശരീരത്തിന്റെ ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞു. ശരീരത്തിന് അകപ്പെട്ടു പോകുന്ന സമയത്ത് ജീവാത്മാവ് അജ്ഞാനത്തിലായി പോകും. പിന്നീട് ആ ജീവാത്മാവ് ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലുമാണ് എന്നുള്ള ചിന്തയിൽ അജ്ഞാനത്തിൽ കഴിയുകയാണ് ചെയ്യുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ജീവാത്മാവ് ഭഗവാന്റെ അതേ സ്വഭാവമുള്ള വ്യക്തിയാണ്, സച്ചിദാനന്ദമാണ്. അപ്പോൾ ഭഗവാനും ജീവാത്മാവും ഗുണത്തിൽ ഒരേ സ്വഭാവമുള്ളവരാണ്. ഒരേ മനസ്സ് സരോവരത്തിൽ കഴിയുന്ന 2 ഹംസങ്ങളെ പോലെയാണ് ജീവാത്മാവും പരമാത്മാവും എന്നുള്ള ഉദാഹരണം ആ ബ്രാഹ്മണൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 63-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്
ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസമാണ്. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ശരീരവും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം, അതേപോലെ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള സാമ്യത. ഈ ശ്ലോകത്തിൽ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. ജീവാത്മാവും പരമാത്മാവും ഒരേപോലെ തന്നെയാണെങ്കിലും അവർ ഒന്നല്ല, അവർ തമ്മിൽ വ്യത്യാസങ്ങളുമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. തഥൈവ അന്തരമാവയോ, 63ാമത്തെ ശ്ലോകത്തിൽ പറയും. തഥൈവ അന്തരം, അവർ തമ്മിൽ വ്യത്യാസവുമുണ്ട് എന്നാണ് പറയുന്നത്. അതിന് ഉദാഹരണം എന്താണ് ആ ബ്രാഹ്മണൻ കൊടുത്തിട്ടുള്ളത്? ആത്മാനം ഏകമാദർശ ചക്ഷുഷു. ആദർശം, കണ്ണാടിയിൽ ഒരു വ്യക്തി നോക്കുന്ന സമയത്ത് തന്റെ മുഖം അതിൽ പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മുഖത്തിന്റെ പ്രതിബിംബം കാണാൻ സാധിക്കും. അപ്പോൾ നോക്കുന്ന മുഖവും കാണുന്ന പ്രതിബിംബവും ഒരേപോലെയാണ്, രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. അതുപോലെയാണ് ജീവാത്മാവും പരമാത്മാവും. പക്ഷെ രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒന്നല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കുന്ന മുഖവും കാണുന്ന പ്രതിബിംബവും ഒന്നല്ല, രണ്ടും ഒരേപോലെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ രണ്ടും ഒന്നല്ല. മുഖം പ്രതിബിംബമല്ല, പ്രതിബിംബം മുഖവുമല്ല. രണ്ടും ഒരേപോലെയാണെങ്കിലും രണ്ടും തമ്മിൽ വ്യത്യാസമാണ്. അതേപോലെയാണ് ജീവാത്മാവും പരമാത്മാവും എന്ന് പറഞ്ഞത്. രണ്ടും ഒരേപോലെയാണ്, ഗുണത്തിൽ രണ്ടും ഒരേപോലെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ സ്വഭാവത്തിൽ, അതിന്റെ ശക്തിയിൽ, അതിന്റെ അളവിൽ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാളുടെയും അവസ്ഥ, രണ്ടാളുടെയും ബോധം ഒരേപോലെയല്ല. ജീവാത്മാവിന്റെയും പരമാത്മാവിന്റെയും ബോധതലം വ്യത്യസ്തമാണ്. പരമാത്മാവിന് പരിപൂർണ ബോധ്യമുണ്ട്. പരിപൂർണ ബോധത്തിലാണ് പരമാത്മാവ് ഇരിക്കുന്നത്. ആ പരമാത്മാവിന് എല്ലാം അറിയാം. ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. തന്നെക്കുറിച്ചും അറിയാം. ഭഗവാനെ കുറിച്ചും അറിയാം. സർവ്വലോകങ്ങളിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. പൂർണ്ണ ബോധമുള്ള വ്യക്തിയാണ് പരമാത്മാവ്. അത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. തന്റെ ബോധത്തിനെ കുറിച്ച് തനിക്ക് എന്തെല്ലാം അറിയാം. വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരന്തപ. ആ പരമാത്മാവ് ഭാവത്തിൽ ഇരിക്കുന്ന ഭഗവാൻ എന്തൊക്കെ അറിയാം. പൂർവകാലത്തിൽ നടന്നിട്ടുള്ള, ഭൂതകാലത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യവും അറിയാം. വർത്തമാനാനി ചാർജുന, ഇപ്പോൾ നടക്കുന്ന എല്ലാം അറിയാം. എല്ലാ ലോകങ്ങളിലും, എല്ലാ പ്രപഞ്ചങ്ങളിലും എന്തെല്ലാം നടക്കുന്നു എല്ലാം ഭഗവാൻ അറിയാം. അതേപോലെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളും അറിയാം. ഭഗവാനെ കുറിച്ചും അറിയാം. ഭഗവാന്റെ വ്യത്യസ്ത അവതാരങ്ങളെ കുറിച്ച് അറിയാം. ഭവിഷ്യാണിച്ച ഭൂതാനി, എല്ലാ ജീവജാലങ്ങളെ കുറിച്ചും അറിയാം. എല്ലാ ജീവജാലങ്ങളെ കുറിച്ചും പേഴ്സണലായിട്ട് ഭഗവാൻ അറിയാം. ഇതാണ് ഭഗവാന്റെ ബോധതലം, അല്ലെങ്കിൽ പരമാത്മാവിന്റെ ബോധതലം. പൂർണ്ണ ബോധമുള്ള വ്യക്തിയാണ് പരമാത്മാവ്. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാനെ അഭിജ്ഞ എന്ന് പറഞ്ഞിട്ടുള്ളത്. അഭിജ്ഞ സ്വരാട് ജന്മാദ്യസ്യേതോ അന്വയാൻ ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞ സ്വര. ഇതാണ് ഭഗവാന്റെ ബോധം. എല്ലാം അറിയാം. ഭഗവാൻ അറിയാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷെ ജീവാത്മാവിന് ഒരിക്കലും പറയാൻ സാധിക്കില്ല എനിക്കെല്ലാം അറിയാം എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ജീവാത്മാവ് ഒരു ശരീരത്തിലുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. ആ ശരീരത്തിലുള്ള കാര്യങ്ങൾ പരിമിതമായിട്ട് ജീവാത്മാവിന് അറിയാൻ സാധിക്കും. അതാണ് ജീവാത്മാവിന്റെ ബോധമണ്ഡലം. അപ്പോൾ പൂർണ്ണ ബോധത്തിനായിട്ട്, പൂർണ്ണ ജ്ഞാനത്തിനായിട്ട് ജീവാത്മാവിന് എപ്പോഴും പരമാത്മാവിനെ ആശ്രയിക്കേണ്ടി വരും. ആശ്രയതത്വമാണ് ജീവാത്മാവ്. പക്ഷെ പരമാത്മാവ് അല്ലെങ്കിൽ ഭഗവാൻ സ്വരാടാണ്, സ്വതന്ത്രനാണ്. ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ജീവാത്മാവിനെ ആശ്രയിക്കണം, ജ്ഞാനത്തിനായിട്ട് ആശ്രയിക്കണം. അതുകൊണ്ട് എപ്പോഴും ആ ജീവാത്മാവ് പരമാത്മാവിന്റെ നിർദ്ദേശങ്ങൾ കേൾക്കണമെന്നാണ് 64ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഏവം സ മാനസോ ഹംസോ ഹംസേന പ്രതിബോധിത. ആ ഹംസം, ഒരു ജീവാത്മാവാകുന്ന ഹംസം ഒറ്റയ്ക്കിരുന്നു കഴിഞ്ഞാൽ അതിന് യഥാർത്ഥ ബോധം ഉണ്ടാവില്ല. അതിന് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാവില്ല, യഥാർത്ഥ ബുദ്ധി ഉണ്ടാവില്ല. ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നു, നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നചാ ഭാവേദ ശാന്തി അശാന്തസ്യ കുതസുഖം. അയുക്ത, എന്നിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ഒരു ജീവാത്മാവിന് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാവില്ല. നാസ്തി ബുദ്ധി അയുക്തസ്യ നചായുക്തസ്യ ഭാവന.
ആ വ്യക്തിക്ക് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ടാവില്ല. എന്നുവെച്ചാൽ ഭാവേദ ശാന്തി, ആത്മീയമായിട്ടുള്ള കാര്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ഭഗവാനെ കുറിച്ചും ജീവാത്മാവിനെ കുറിച്ചും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിന് ശാന്തിയും ഉണ്ടാവില്ല, സമാധാനം പോലും ഉണ്ടാവില്ല. അപ്പോൾ യഥാർത്ഥ സമാധാനത്തിനും യഥാർത്ഥ ജ്ഞാനത്തിനും ഭഗവാനെ കുറിച്ച് അറിയുന്നതിനും ജീവാത്മാവ് തീർച്ചയായിട്ടും ഭഗവാനെ ആശ്രയിക്കണം, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ആത്മീയ ഗുരുവിനെ ആശ്രയിക്കണം. അതാണ് ഭഗവത്ഗീതയിൽ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. 34-ാമത്തെ ശ്ലോകം. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശനം. ആ ശ്ലോകം ഇവിടെ ഭാവാർത്ഥത്തിൽ ശിലപ്രഭാതൻ എടുത്തു പറയുന്നു. അപ്പോൾ ഞാൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ജീവാത്മാവിന് യഥാർത്ഥത്തിൽ ബോധമില്ല. അതിന് യഥാർത്ഥ ജ്ഞാനവും ബോധവും സമാധാനവും വേണമെങ്കിൽ അത് എന്ത് ചെയ്യണം? ഭഗവാനെ ആശ്രയിക്കണം, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ആത്മീയ ഗുരുവിനെ ആശ്രയിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഹംസോ ഹംസേന പ്രതിബോധിത. രണ്ടും ഹംസമാണെങ്കിൽ പോലും രണ്ടും ഒരേ നിലവാരത്തിലുള്ളതല്ല, രണ്ടിന്റെയും ബോധം വ്യത്യസ്തമാണ്. ജീവാത്മാവ് ആശ്രയിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ആ ആശ്രയം വിട്ടുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് അടുത്ത വരിയിൽ പറയുന്നുണ്ട്. സ്വസ്ഥ വ്യഭിചാരേണ നഷ്ടാം ആപ പുനഃസ്മൃതി. ഹംസോ ഹംസേന പ്രതിബോധിത. ഹംസത്തിൽ നിന്ന് നിർദ്ദേശങ്ങൾ കേൾക്കുകയാണെങ്കിൽ, ജീവാത്മാവ് പരമാത്മാവിൽ നിന്ന് നിർദ്ദേശങ്ങൾ കേൾക്കുകയാണെങ്കിൽ സ്വസ്ഥമാവും. അതിന്റെ മൂലസ്വരൂപത്തിൽ അതിന് സമാധാനമായിട്ട് ആനന്ദത്തോടു കൂടി ഇരിക്കാം, അതിന് ഉത്കണ്ഠകൾ ഉണ്ടാവില്ല. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? വ്യഭിചാരേണ ഭൗതികമായിട്ടുള്ള ആകർഷണത്തിൽ വേർപെട്ടു പോകുമ്പോൾ, ജീവാത്മാവ് പരമാത്മാവിന്റെ ആശ്രയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയത്ത്, അതാണ് വ്യഭിചാരേണ എന്ന് പറയുന്നത്. വിട്ടു നിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നഷ്ടാം, അതിന്റെ ബോധം നഷ്ടപ്പെടും. പക്ഷെ വീണ്ടും അത് തിരിച്ച് ഭഗവാനെ ആശ്രയിക്കുന്ന സമയത്ത് ആ ബോധം തിരിച്ചു കിട്ടും, ആ ഓർമ്മശക്തി തിരിച്ചു കിട്ടുമെന്നാണ് പറയുന്നത്. നഷ്ടാമാവ പുനഃസ്മൃതി. എപ്പോൾ? ഹംസോ ഹംസേന പ്രതിബോധിത. എപ്പോഴാണോ ജീവാത്മാവ് പരമാത്മാവിൽ നിന്നും ശ്രവിക്കാൻ തയ്യാറാകുന്നത്, പരമാത്മാവിന്റെ നിർദ്ദേശങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നത്, ആ സമയത്ത് നഷ്ടപ്പെട്ടു പോയ സ്മൃതി തിരിച്ചു കിട്ടും. പുനഃസ്മൃതി. നഷ്ടാമാവ പുനഃസ്മൃതി. ആ സ്മൃതി തിരിച്ചു കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ജീവാത്മാവിന്റെ അവസ്ഥ. എപ്പോഴും പരമാത്മാവിനെ ആശ്രയിച്ചു നിൽക്കുന്നതാണ് അതിന്റെ യഥാർത്ഥ മൂലസ്വരൂപം എന്നാണ് ഇവിടെ ആ ബ്രാഹ്മണൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ബ്രാഹ്മണൻ വൈദർഭിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ആരോടാണ് പറയുന്നത്? നാരദ മഹർഷി പ്രാചീന ബർഹിഷത്ത് രാജാവിനോടാണ് പറയുന്നത്. പ്രജേതസ്സുകളുടെ പിതാവായിട്ടുള്ള പ്രാചീന ബർഹിഷത്ത് രാജാവ് വേദത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാതെ യജ്ഞങ്ങളൊക്കെ ചെയ്തു നടന്നു. അങ്ങനെയുള്ള ആ പ്രാചീന ബർഹിഷത്ത് മഹാരാജാവിന് യഥാർത്ഥ ജ്ഞാനം ഉപദേശിക്കാൻ വേണ്ടിയാണ് നാരദ മഹർഷി വന്നിട്ടുള്ളത്. അപ്പോൾ നാരദ മഹർഷിയുടെ പ്രാചീന ബർഹിഷത്തിനോട് പറയുന്നതാണ് 65-ാമത്തെ ശ്ലോകം. ബർഹിഷ്മന്നേതദ്ധ്യാത്മം പരോക്ഷേണ പ്രദർശിതം യത് പരോക്ഷ പ്രിയോ ദേവോ ഭഗവാൻ വിശ്വഭാവന. അല്ലയോ പ്രാചീന ബർഹിഷത്ത് രാജാവേ, ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് യഥാർത്ഥ ജ്ഞാനമാണ്, ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനമാണ്, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനമാണ് ഉപദേശിച്ചിട്ടുള്ളത്. ഇത് കുറച്ച് പരോക്ഷമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നിന്നെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ പുരഞ്ജന രാജാവിന്റെ കഥയിലൂടെയാണ് ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പരോക്ഷമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഭഗവാനും പരോക്ഷപ്രിയനാണ് എന്നിവിടെ പറയുന്നു. ഭഗവാൻ പെട്ടെന്ന് എല്ലാവർക്കും വെളിപ്പെടുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് ഭഗവാനെ പരോക്ഷപ്രിയൻ, ഒളിഞ്ഞിരിക്കുന്നവൻ എന്ന് പറയുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ സ്വയം ഇത് പറയുന്നുണ്ട്. നാഹം പ്രകാശ സർവസ്യ. ഞാൻ എല്ലാവർക്കും പ്രകാശിക്കുന്നില്ല, എല്ലാവർക്കും ഞാൻ പെട്ടെന്ന് വെളിപ്പെടുന്നില്ല എന്നുള്ള കാര്യം ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. അപ്പോൾ ഭഗവാനെ കുറിച്ച് അറിയുന്നതിന് ചിലപ്പോൾ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടും കഥകളിലൂടെ പറയാറുണ്ട്. നാരദ മഹർഷി ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കഥയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കേട്ട സമയത്ത് പ്രാചീന ബർഹിഷത്തിന് പൂർണ്ണമായിട്ട് ബോധ്യം വന്നില്ല. എന്തൊക്കെയാണ് പറഞ്ഞത്? നാരദ മഹർഷി എന്തൊക്കെയോ പറഞ്ഞു. പുരഞ്ജന രാജാവിനെ കുറിച്ച് പറഞ്ഞു, രാജ്ഞിയെ കുറിച്ച് പറഞ്ഞു, അല്ലെ പ്രാണനെ കുറിച്ച് പറഞ്ഞു, ചണ്ഡവേഗൻ, കാലകന്യകായി
ഇങ്ങനെ വ്യത്യസ്ത കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടിക്കലർന്നത് പോലെ തോന്നി പ്രാചീന പരീക്ഷത്തിന്. ഒന്നും അങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പൊ പ്രാചീന പരീക്ഷത്ത് അത് തുറന്നു പറയുന്നുണ്ട്, എനിക്ക് അതൊന്നും വ്യക്തമായിട്ട് മനസ്സിലായില്ല എന്നാണ് അടുത്ത അദ്ദേഹത്തിന്റെ ആദ്യം തന്നെ പ്രാചീന പരീക്ഷത്ത് പറയുന്നത്. ഭഗവസ്തേവജോസ്മാഭിർ ന സമ്യക് അവഗമ്യതേ. സമ്യക് എനിക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ മനസ്സിലായില്ല. അവഗമ്യതേ ന അവഗമ്യതേ എന്നാണ് പറയുന്നത്. എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. അങ്ങ് പറഞ്ഞത് എന്താണ്, എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമായിട്ടില്ല എന്നാണ് പ്രാചീന പരിഷത്ത് പറയുന്നത്. കവയസ്തത് വിജാനന്തി. കവികൾക്ക്, ബുദ്ധിമാന്മാർക്ക്, ആത്മീയജ്ഞാനികൾക്ക്, ആത്മസാക്ഷാത്കാരം ലഭിച്ചവർക്ക് ഇതെല്ലാം വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. പക്ഷെ എന്നെ പോലെയുള്ള കർമ്മികൾക്ക് ന വയം കർമ്മമോഹിത, ഭൗതികമായിട്ടുള്ള ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന എന്നെ പോലെയുള്ളവർക്ക് ഇതൊന്നും പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്നും പ്രാചീന പരീക്ഷത്ത് പറഞ്ഞു. അപ്പോൾ നാരദ മഹർഷി പ്രാചീന പരീക്ഷത്തിന് വീണ്ടും എന്താണ് താൻ പറഞ്ഞിട്ടുള്ളത്, പുരഞ്ജന ഉപാഖ്യാനത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഓരോ കഥാപാത്രങ്ങളും ആരാണ്, എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വീണ്ടും വിശദമായിട്ട് ഈ അധ്യായത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഗുരുവിന്റെ ചുമതലയാണ് ശിഷ്യനെ ശരിയായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ അർജുനനോട് ഭഗവാൻ ചോദിക്കുന്നുണ്ട് അവസാനം, നിന്റെ സംശയമൊക്കെ തീർന്നോ, നിനക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായോ എന്ന് 18-ാമത്തെ അധ്യായത്തിൽ 72-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ചോദിക്കുന്നുണ്ട്. കച്ചിതേത ശ്രുതം പാർത്ഥ ത്വയേകാഗ്രേണ ചേതസ കച്ചിത് അജ്ഞാന സമൂഹ പ്രണഷ്ടത്തെ ധനഞ്ജയ. നിന്റെ സംശയമൊക്കെ തീർന്നോ? അപ്പൊ അവിടെ അർജുനൻ എന്താണ് പറഞ്ഞത്, എന്റെ എല്ലാ സംശയങ്ങളും തീർന്നു. കാരണം അർജുനൻ നേരത്തെ തന്നെ ശുദ്ധഭക്തനാണ്. അർജുനൻ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോ തന്നെ കാര്യങ്ങളൊക്കെ പിടികിട്ടി. നഷ്ടോ മോഹ സ്മൃതി പ്രസാദാത് മയാച്യുത വിദോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തമ. എന്റെ സംശയമൊക്കെ തീർന്നു, ഞാൻ അങ്ങ് പറയുന്നത് പോലെ തന്നെ ചെയ്യാം എന്ന് അർജുനൻ പറഞ്ഞു. പക്ഷെ ഇവിടെ പ്രാചീന പരീക്ഷത്ത് രാജാവ് നാരദ മഹർഷിയോട് പറഞ്ഞത്, എനിക്ക് അങ്ങനെ മനസ്സിലായിട്ടില്ല, എനിക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നാരദ മഹർഷി വീണ്ടും ആ രഹസ്യം വിശദമാക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തെല്ലാമാണ് താൻ പറഞ്ഞിട്ടുള്ളത് എന്ന് ഓരോ കഥാപാത്രത്തിനെയും എടുത്ത് ആ കഥാപാത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമായിട്ട് ഈ അധ്യായത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ ആദ്യം തന്നെ പുരഞ്ജനൻ ആരാണ് എന്നാണ് നാരദ മഹർഷി 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പുരുഷം പുരഞ്ജനം വിദ്യ യദ്വനജ്ഞാത്മന പുരം ഏകാദ്വീത്രീ ചതുഷ്പാദം ബഹുപാദം അപാദകം. പുരഞ്ജനൻ എന്ന് പറയുന്നത് എല്ലാ ജീവാത്മാവുമാണ്. നീ ഉൾപ്പെടെയുള്ള എല്ലാ ജീവാത്മാവിനെയുമാണ് പുരഞ്ജനൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതൊരു രാജാവല്ല, അത് ജീവാത്മാവാണ് എന്ന് പറഞ്ഞു. എങ്ങനെയുള്ള ജീവാത്മാവ്? വ്യത്യസ്ത ശരീരങ്ങൾ സ്വീകരിക്കുന്ന ജീവാത്മാവ്. ഭൗതിക ലോകത്തിൽ വന്ന് ത്രീ ചതുഷ്പാദം, ഒരു കാലുള്ള ജീവിയായിട്ട്, 2 കാലുള്ള ജീവിയായിട്ട്, അതേപോലെ 3 കാലുള്ള ജീവിയായിട്ട്, 4 കാലുള്ള ജീവിയായിട്ട്, ഒരുപാട് കാലുള്ള ജീവിയായിട്ട്, ഇനി കാലുകളൊന്നുമില്ലാത്ത ജീവികളായിട്ടൊക്കെ പലതരത്തിലുള്ള ശരീരങ്ങൾ എടുക്കുന്ന ജീവാത്മാവിനെയാണ് ഞാൻ പുരഞ്ജനനായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയും. അപ്പൊ പുരഞ്ജനൻ എന്ന് പറയുന്നത് ജീവാത്മാവാണ് എന്നുള്ള കാര്യം പറയുന്നു. ആ ജീവാത്മാവ് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതാണ് ഏകപാദം, ദ്വിപാദം, ത്രിപാദം, ചതുഷ്പാദം, ബഹുപാദം, അപാദകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓരോ പാദത്തിനും ശീലപ്രപാദർ വിശദീകരണം കൊടുക്കുന്നുണ്ട്. ഏകപാദം എന്ന് പറയുന്നത് ശരീരം വെടിഞ്ഞിട്ടുള്ള പ്രേതങ്ങളെയാണ് എന്ന് പറയും. ശരീരം വെടിഞ്ഞിട്ടുള്ള പ്രേതങ്ങൾ ഏകപാദമാണെന്ന് പറയുന്നു. ദ്വിപാദം എന്ന് പറയുന്നത് മനുഷ്യനാണ്, 2 കാലുള്ളതാണ്. ത്രിപാദം എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെ പ്രായമാകുന്ന സമയത്ത് വടി ഊന്നി നടക്കുന്ന കാലമാണ്. മൂന്നാമത്തെ കാല് ഉപയോഗിക്കും, ഊന്നുവടി. അതാണ് ത്രിപാദം എന്ന് പറഞ്ഞിട്ടുള്ളത്. ചതുഷ്പാദം എന്ന് പറയുന്നത് 4 കാലുകളാണ്, 4 കാലുള്ള ജീവികളാണ്. ബഹുപാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം കാലുള്ള ജീവികളാണ്. നമ്മൾ കാണുന്നുണ്ട് ധാരാളം കാലുള്ള ജീവികൾ, ഇഴഞ്ഞു നടക്കുന്ന ജീവികൾ എന്ന് പറയാം. അപാദം എന്ന് പറയുന്നത് ഉരകങ്ങൾ, ഇഴഞ്ഞു നടക്കുന്ന സർപ്പങ്ങളെ പോലുള്ള കാല് ഇല്ലാത്ത ജീവികളെ കുറിച്ചാണ് എന്ന് പറയും.
ഇങ്ങനെ വ്യത്യസ്ത ശരീരങ്ങൾ സ്വീകരിക്കുന്ന ജീവനെയാണ് പുരഞ്ജനൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് നാരദ മഹർഷി പ്രാചീന പരിശുദ്ധ രാജാവിന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ആ പുരഞ്ജനുമായി ബന്ധപ്പെട്ട എല്ലാ കഥാപാത്രങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. പുരഞ്ജനന്റെ പത്നി ആരാണ്, അതേപോലെ പുരഞ്ജനനെ ആക്രമിച്ചിട്ടുള്ള കാലകന്യക, ചണ്ഡവേഗൻ, കാലയവനൻ, യവന രാജാവ്, പ്രജ്വാരൻ, ഇതൊക്കെ ആരാണ്, ആ സർപ്പം ആരാണ് എന്നുള്ള കാര്യമൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി പ്രണാമം. हरे कृष्ण प्रभु जी. കൃഷ്ണ പ്രഭുജി जय श्री ഹരേ कृष्ण प्रभु नित्यानंद श्री जगदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्ण कृष्ण